ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും ഉള്ളില്ലാത്ത മുടിയൊക്കെ നല്ല കട്ടിയോടെ ഇടുതോളും വളരാനും സഹായിക്കുന്ന ഒരു നാടൻ ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള വെറും ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുണ്ടാക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. മടിയന്മാർക്കും മടിച്ചുകൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പുറത്ത് കടയിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് കെമിക്കൽ അടങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് ഇതൊക്കെ തരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1.5 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ ഒരുപാട് ബീറ്റാ കരോട്ടിനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമുണ്ട്. അത് മുടിയിലെ അകാല നിറയെ തടയുകയും പിന്നെ മുടിക്ക് നല്ല കറുപ്പും തിളക്കവും ഒക്കെ നൽകാനും സഹായിക്കും. അപ്പോൾ നമ്മൾ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കറിവേപ്പില മുടികളുടെ വേരുകളിൽ രക്തോട്ടം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്ന ഉലുവയാണ്. ഒരു 10-15 ഉലുവയും നമ്മൾ ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഉലുവയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയിലെ വേരുകൾക്ക് നല്ല ബലവും നൽകുകയും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിർത്തി പുതിയ മുടികളൊക്കെ വളരാൻ സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ തലയിൽ താരൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഉലുവ ഒത്തിരി നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില മുകളിൽ പൊങ്ങി കിടക്കും. എന്നിട്ട് 10-15 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളറൊക്കെ ആകും. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ അനുവദിക്കുക. അപ്പം ഞാൻ തണുത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് അത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാൻ സ്പ്രേ ബോട്ടിലല്ല വേറൊരു ടൈപ്പ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് തലയിൽ ഓരോ വശത്തും തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് ഒരാഴ്ച കൊണ്ട് ഒരുപാട് മുടി വളർത്തുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള മുടി കരുത്തോടെ നിലനിർത്താനും പുതിയ മുടിയൊക്കെ കിളിർക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ലെയർ കട്ട് വെട്ടിയത്. അതിന് ശേഷം വളരുന്നതനുസരിച്ച് മുടിയുടെ അറ്റം നേർത്ത് വരികയാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ മാസം മുടിയുടെ അറ്റം വെട്ടി. ഇവിടെ ഭയങ്കര ചൂടും ക്ലോറിൻ വെള്ളമൊക്കെ ആയിരുന്നു. ചൂടായതുകൊണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യാതെ ഇരിക്കാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് രക്ഷിച്ചു കൊണ്ടെന്നാണ് ഈ മുടീനെ. നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലയിലെ ജടയൊക്കെ കളഞ്ഞ് കുറച്ച് എണ്ണ എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുടി ചകിരിനാര് പോലെയായി പോകും. അങ്ങനെ ഞാൻ എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ തലയിലെ ഞെറിവൊക്കെ എടുത്തിട്ട് ഓരോ ഭാഗത്തും ഈ വെള്ളം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയുടെ പുറകുവശത്തൊന്നും തേക്കാൻ മറക്കല്ല. എന്നിട്ട് ഒരു മസാജ് കൊടുക്കുക. അപ്പോഴത്തേക്കും തലയിൽ രക്തോട്ടം കൂടാനും ഇവിടെ എല്ലാ ഭാഗത്തേക്കും ഈ പാക്ക് എത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തലയുടെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഗതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്